നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സാർ. ആകെ ഒരു ടെസ്റ്റും ടേണും ഒക്കെ തന്നെയാണ് UDF-നെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ വരെ ഇടഞ്ഞു നിന്ന സുധാകരൻ പത്തിമടക്കി ഹൈക്കമാൻഡിന് മുന്നിലെല്ലാം സമ്മതിച്ച് തിരിച്ചെത്തിയ ഒരു കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. ശരിക്കും വലിയൊരു കലാപമാകുമെന്ന് പ്രതീക്ഷിച്ചതിനെ എങ്ങനെയാണ് മെരിക്കി ഇത്തരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇതിനിടയിൽ തന്നെ മറ്റ് ചില പൊട്ടിത്തെറികളും പലയിടത്തും കാണുന്നുണ്ട്. പക്ഷേ കലാപക്കൊടി ഉയർത്താനായി ആരും തയ്യാറാകുന്നില്ല. പാർട്ടിക്ക് വഴങ്ങും എന്നുള്ള ഒരു സൂചന കൂടിയാണ് നൽകുന്നത്. വളരെ രസകരമാണ് ഈ കോൺഗ്രസ് എന്ന സംഘടനയിലെ ഈ സംഭവ വികാസങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു, പെട്ടെന്ന് തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഡൽഹിയിലേക്ക് ഓടുന്നു. പിന്നെ അവിടെ അരിപൊരി ചർച്ച, കേരളത്തിൽ ഗ്രൂപ്പ് തിരിഞ്ഞ പോർവിളികൾ, ഒരാൾക്കൂട്ടം പരസ്പരം കടന്നാക്രമിക്കുന്ന കാഴ്ചകളായിരുന്നു നമ്മെ അത്ഭുതപ്പെടുത്തിയത്, കൗതുകമുണർത്തിയത്. കാരണം 100% UDF മുന്നണി വിജയിക്കും, ഇവിടെ കൃത്യമാർന്ന ഒരു തരംഗമുണ്ട് എന്ന് മിക്ക സർവേകൾ പറഞ്ഞിരിക്കുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ അനുകൂല ഘടകം, ഒരു 80 മുതൽ 85 സീറ്റ് വരെ UDF-നെ നിഷ്പ്രയാസം നേടിയെടുക്കാം എന്നൊരു പൊതുബോധം. ഇതിനിടയിലാണ് ഈ നേതാക്കൾ പരസ്പരം ചെളിവാരി എറിയുന്നത്, പരസ്പരം കടിപിടി കൂട്ടുന്നത്. അതാണ് ഏറ്റവും കൗതുകമായത്. ഒരാൾക്കൂട്ടം പരസ്പരം ചേരിതിരിഞ്ഞ് വെല്ലുവിളിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു. കെ സുധാകരൻ എന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഞാൻ കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ എൻ്റെ അനുയായികൾ മത്സരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഹൈക്കമാൻഡിന് മുന്നിൽ വഴങ്ങാതെ നിൽക്കുന്നു, ഗുഡ് ബൈ പറയുന്നു മറ്റ് നേതാക്കളോട്. പിന്നീട് സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ കൊണ്ട് വളരെ കൗതുകകരമായിരുന്നു 2 ദിവസങ്ങൾ ഡൽഹിയിലെ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ. എല്ലാറ്റിനും ഒടുവിൽ പുലി പോലെ നിന്നല്ല, സിംഹ ഗർജനത്തോടെ നിന്ന സുധാകരൻ പൂച്ചക്കുട്ടിയായി തിരിച്ച് കണ്ണൂരിൽ വന്നിറങ്ങി. വലിയ സ്വീകരണമൊക്കെ ഒരുക്കിയ അനുയായികൾ മുദ്രാവാക്യം വിളിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ തല ഉയർത്തി നോക്കാൻ പോലും കഴിയാതെ സുധാകരൻ മടങ്ങി. സുധാകരൻ പതുങ്ങിയത് എന്തിന് എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ചിലരൊക്കെ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. സുധാകരൻ പതുങ്ങിയത് ചിലപ്പോൾ ഒളിക്കാനായിരിക്കും എന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നത്. ചിലർ പറയുന്നു കുത്തിക്കാനായിരിക്കുമെന്ന്. എന്തായാലും സുധാകരൻ പതുങ്ങി. സുധാകരൻ കണ്ണൂരിൽ പതുങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് ഇന്ന് തലയെടുപ്പോടെ ഒരു നേതാവിനെ നമ്മൾ കണ്ടു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഈ പരസ്പരം കടിപിടി കൂടിയ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, കോൺഗ്രസ് എന്ന ഈ ആൾക്കൂട്ടം ഒരു സംഘടനയായി ഒറ്റക്കെട്ടായി ഇന്ന് രംഗത്തിറങ്ങുന്നു. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്ഥലങ്ങളിലും വെല്ലുവിളികളില്ല, വിമത ശബ്ദമില്ല. ഇന്നലെ രാത്രി കിടന്നുറങ്ങി ഇന്ന് എഴുന്നേറ്റപ്പോൾ ഈ പ്രസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു? അതാണ് ഏറ്റവും കൗതുകകരമായ വസ്തുത. ഇതാണൊരു കോൺഗ്രസിൻ്റെ രീതി. ഇതൊരു ജനാധിപത്യ രീതി എന്നാണ് ഇന്ന് VD സതീശൻ വിശദീകരിച്ചത്. സാധാരണ LDF-നെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് AKC സെൻറ്ററിൽ നിന്ന് ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ് പതിവ്. ആ ലിസ്റ്റിലുള്ളവർ മത്സരിക്കണം, അല്ലാത്തവർ മിണ്ടാതിരിക്കണം. പക്ഷേ കോൺഗ്രസിൻ്റെ രീതി അതല്ല. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഇവിടെ നിന്ന് തന്നെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം സംസ്ഥാന തലത്തിൽ തയ്യാറാക്കണം. അത് പിന്നീട് ഡൽഹിയിലെ ആദ്യ സ്ക്രീനിങ് കമ്മിറ്റി, മസൂദൻ മിസ്രി ഉൾപ്പെടെയുള്ള ഒരു സ്ക്രീനിങ് കമ്മിറ്റിയുടെ മുന്നിൽ വെക്കണം. പിന്നീടാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി. അതിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുണ്ട്, KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി ഉണ്ട്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവുണ്ട്, KPCC അധ്യക്ഷനുണ്ട്. അപ്പോൾ ഈ 5 പേരുള്ള ഈ ടീമാണ് ഫൈനൽ രൂപം കൊടുക്കുന്നത്, ഫൈനലായിട്ട് ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക്. ഈ ഗ്രൂപ്പിൽ രമേശ് ചെന്നിത്തലയില്ല. അപ്പോൾ ഇതിലാണ് നമുക്ക് ചില കൗതുകമൊക്കെ ഒളിഞ്ഞിരിക്കുന്ന KC വേണുഗോപാലിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ സംഘടനാ കളികൾ മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ രമേശ് ചെന്നിത്തലയുണ്ട്. പിന്നീട് മസൂദൻ മിസ്രിയുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി പാനൽ തയ്യാറാക്കുമ്പോഴുമുണ്ട്. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ പാനൽ ഒറ്റ പേര് നിർദ്ദേശിച്ച ചില സ്ഥാനാർത്ഥികളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഏറ്റുമാനൂരിൽ ജോസഫ് വാഴക്കൻ, കാഞ്ഞിരപ്പള്ളിയിൽ നാട്ടകം സുരേഷ് തുടങ്ങി ഒട്ടനവധി ആളുകൾ നമുക്കറിയാം, മലബാർ മേഖലയിലൊക്കെ. ഇതൊക്കെ അറഞ്ഞം വെട്ടി എല്ലാറ്റിനും ഒടുവിലെ ഈ ഇലക്ഷൻ കമ്മിറ്റി മറ്റ് പലരെയും അവിടെ തിരികെ കയറ്റിയിട്ടുണ്ട്. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷിനെ കൊണ്ടുവന്നിട്ട്, KC-യുടെ കക്ഷിയാണ്. ഈ വാഴക്കൻ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ പെറ്റ. അടുത്ത നിയമസഭയിൽ നേതാക്കൾക്ക് വേണ്ടി കൈപൊക്കാൻ പറയുമ്പോൾ തങ്ങൾക്ക് വേണ്ടി കൈപൊക്കാനുള്ളവരുടെ എണ്ണം കൂട്ടിയെടുക്കാനുള്ള ഒരു വ്യഗ്രത
പല നേതാക്കളിലും നമ്മളിപ്പോൾ കാണുന്നു. എന്നാൽ വളരെ സൂക്ഷ്മതയോടെ നമ്മളിതിനെ വിലയിരുത്തുമ്പോൾ വി ഡി സതീശൻ്റെ ഒരു നിലപാട്, വി ഡി സതീശൻ നമ്മളെപ്പോഴും വിമർശിക്കുന്നതാണ്. തൻ്റെ ആളുകളെ അധികം തിരികെ കയറ്റാൻ സതീശൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ കൊച്ചിയിൽ മുഹമ്മദ് റിയാസിന് വേണ്ടി വളരെ അതിശക്തമായി സതീശൻ നിലപാടെടുത്തു. ആ സതീശൻ്റെ നിലപാടിൻ്റെ ഭാഗമായാണ് ഒടുവിൽ മുഹമ്മദ് ഷിയാസ് ഇൻ, ദീപ്തി മേരി വർഗീസ് ഔട്ട്. ദീപ്തിയെ സംബന്ധിച്ച് കെ സി വേണുഗോപാലിൻ്റെ വലിയ നോമിനിയാണ്. ദീപ്തി ഒരിക്കലും ഔട്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ദീപ്തിയും ജോസഫ് വാഴക്കനും ഒക്കെ മത്സരിക്കേണ്ടവർ തന്നെയാണ്. മറുവശത്ത് നമുക്ക് ഈ ലിസ്റ്റിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുമ്പോൾ പലതിലും ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പേരിലാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്ത് കണ്ടം ചെയ്യപ്പെട്ട വർക്കല കഹാറും ശക്തൻ നാടാരും ഒക്കെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ശരത്ചന്ദ്രപ്രസാദൊക്കെ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന് പിന്നീട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഓരം ചേർന്ന് നടത്തിയ ആളാണ്. അപ്പോൾ ഇവരെയൊക്കെ വീണ്ടും വലിച്ചു കയറ്റി കൊണ്ടുവന്ന് ലിസ്റ്റ് ഫില്ല് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവരിൽ പലരും വിജയിച്ച് കയറി വന്നാൽ തങ്ങൾക്ക് വേണ്ടി കൈവക്കാൻ മാത്രമല്ല എതിരാളികളെ വെട്ടിക്കൊല്ലാൻ പോലും മടിയില്ലാത്തവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം കഥാപാത്രങ്ങളെയൊക്കെ പല സ്ഥലത്തും തോൽക്കുമെന്നറിഞ്ഞിട്ട് ഈ നേതാക്കൾ തിരികെ കയറ്റിയിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് സുധാകരൻ്റെ ഒരു കഥയല്ല, മറിച്ച് സതീശൻ്റെ കഥയാണ്. സതീശൻ്റെ കഥയിലേക്ക് ഒരു തുടക്കം എന്ന നിലയിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഈ സതീശനെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ ഇന്നലെ ഒരൊറ്റ രാത്രി ഇരുട്ട് വെളുത്തപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കോൺഗ്രസ് നേതാക്കളുമൊക്കെയായി സംസാരിച്ചു. അവരൊക്കെ പറയുന്നത് സതീശൻ കരുത്തനാണെന്ന് തെളിയിച്ചെന്ന്. കാരണം ഇന്നലെ സതീശൻ്റെ ചില നിലപാടുകൾ നമ്മൾ കേട്ടു. അതിലൊന്നും കെ സുധാകരനും അടൂർ പ്രകാശും ഒക്കെ മത്സരിച്ചാൽ താൻ ഈ മത്സരത്തിലില്ല എന്ന് ഹൈക്കമാൻഡിനോട് സതീശൻ തുറന്നു പറഞ്ഞു. സതീശൻ്റെ നിലപാട് പലപ്പോഴും നമുക്ക് അപ്രിയമായി തോന്നിയേക്കാം. സതീശൻ്റെ ഒരു ധാർഷ്ട്യഭാവം പലപ്പോഴും പിണറായി വിജയൻ്റെ ശൈലിയുമായി തുലനം ചെയ്യുന്നുണ്ട് ആളുകൾ. അതും ശരിയാണ്. പക്ഷേ സതീശൻ എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവായത്, പിന്നീടിപ്പോൾ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി നിൽക്കുന്നത്? അതിന് നമ്മൾ ഇത്തിരി കാലം പിന്നോട്ട് പോകണം. 2007, 2006, 2011 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അന്ന് തോമസ് ഐസക്കായിരുന്നു കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി. അന്ന് തോമസ് ഐസക്കിനെ പരസ്യമായി വെല്ലുവിളിച്ച വി ഡി സതീശനോട് ഒരു പരസ്യ സംവാദത്തിന് തോമസ് ഐസക് തിരികെ വെല്ലുവിളിക്കുന്നു. നമ്മുടെ സാന്റിയാഗോ മാർട്ടിൻ തുടങ്ങിയ ഈ ലോട്ടറി സംബന്ധിയായ ഒത്തിരി കഥകളൊക്കെ വിവാദങ്ങളൊക്കെ പുകയുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് തോമസ് ഐസക്കിന് ഇന്ന് കേരളത്തിൽ പലപ്പോഴും ഈ ട്രഷറി ബാന്, ട്രഷറിയിൽ പണമില്ലായ്മ, കടുത്ത സാമ്പത്തിക ഇഷ്യൂസൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ വി ഡി സതീശൻ അന്നൊരു പയ്യനാണ്. ചെറുപ്പക്കാരനായ വി ഡി സതീശൻ അന്ന് തോമസ് ഐസക്കിനെ വെല്ലുവിളിക്കുന്നു, ഐസക് തിരികെ വെല്ലുവിളിക്കുന്നു. രണ്ട് പേരും തമ്മിലുള്ള ഒരു പരസ്യ സംവാദം. അന്ന് കേരളത്തിൻ്റെ വലിയ ശ്രദ്ധ ഏറ്റുവാങ്ങി ഈ സംവാദം. അതിലൂടെയാണ് സതീശൻ കേരള രാഷ്ട്രീയത്തിൽ നിറയുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിറയുന്നത്. സതീശൻ അന്നൊരു ഐ ഗ്രൂപ്പുകാരനായി അറിയപ്പെട്ടിരുന്നു. പക്ഷേ എ ഗ്രൂപ്പിലെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുമായി വലിയ ചങ്ങാത്തത്തിലുമായിരുന്നു. അന്നൊക്കെ പൂർണ്ണമായും ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പേരിലാണ് ഈ മന്ത്രിസ്ഥാനവും MLA സ്ഥാനാർത്ഥി പട്ടികയും ഒക്കെ തയ്യാറാക്കുന്നത്. ഒരു വശത്ത് കരുണാകരൻ എന്ന ഉഗ്രപ്രതാപിയിരിക്കും, മറുവശത്ത് തൊട്ടിപ്പുറത്ത് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ AK ആൻ്റണി ഇരിക്കും. ഉമ്മൻചാണ്ടിയാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും അത് AK ആൻ്റണിയുടെ ഒരു തലയായിരിക്കും. അങ്ങനെ ഇരുവർക്കുമിടയിൽ ചർച്ച പിന്നീട് ഡൽഹിയിലേക്ക് പോകുന്നു. ഇതിനിടയിൽ ഡൽഹിയിൽ നിന്ന് അവർക്ക് പഴയകാല നേതാക്കൾക്കൊക്കെ താല്പര്യമുള്ള കുറച്ച് പേരെ ഇതിനിടയിൽ തിരികെ കയറ്റുന്നു. പുട്ടിന് പീര പോലെ അവരുടെ കുറേ താല്പര്യങ്ങളും കൂടെ സംരക്ഷിച്ച് പുറത്തേക്ക് ഈ ലിസ്റ്റ് വരുന്നു. 2011-16 കാലഘട്ടം. അന്ന് UDF അധികാരത്തിലെത്തുന്ന 2 സീറ്റിൻ്റെ പിൻബലത്തിലാണ്. വലിയ ഫോർമുലകളുള്ള ഒരു സമയമാണ്. ഫോർമുലകൾ മാത്രമല്ല, അന്ന് വീണ്ടും രമേശ് ചെന്നിത്തല ഐ ഗ്രൂപ്പിൻ്റെ നേതാവ്, കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് പോകുന്നു, DIC ഉണ്ടാക്കി, കരുണാകരൻ ദുർബലമായി പോയി. തിരുത്തൽവാദികളെ നയിച്ചിരുന്ന കാർത്തികേയൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ ആളുകൾ, പിന്നീട് കാർത്തികേയൻ അസുഖമൊക്കെ വന്ന് കാർത്തികേയൻ ചികിത്സാർത്ഥം മാറി. അവിടെയാണ് രമേശ് ചെന്നിത്തല ഉദയം ചെയ്യുന്നത്. രമേശ് ചെന്നിത്തല വലിയ തലയെടുപ്പോടെ KPCC അധ്യക്ഷ സ്ഥാനത്തെത്തുന്നു. അന്ന് ഐ ഗ്രൂപ്പിൻ്റെ മുഴുവൻ പ്രാതിനിധ്യവും രമേശ് ചെന്നിത്തലയാണ് ഏറ്റെടുക്കുന്നത്. പിന്നീട് K മുരളീധരൻ ആ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വിധേയനാകുന്ന കാഴ്ച. ഒരു കാലഘട്ടത്തിൽ K കരുണാകരനെ
കരുണാകരനെ ദുർഘടാവസ്ഥയിലാക്കിയ തിരുത്തൽവാദി മൂവ്മെൻറ്റിൻ്റെ അമരക്കാരൻ പിന്നീട് ഐ ഗ്രൂപ്പിനെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ 2011-16 കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുമായി ഇടയ്ക്ക് വളരെ അടുപ്പം സൂക്ഷിച്ചിരുന്ന വി ഡി പിന്നീട് ഒരു മാനസിക അകലത്തിലായി. അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. മറുവശത്ത് ഉമ്മൻചാണ്ടിയെ കൂടുതൽ വിശ്വസിച്ചിരുന്നു വി ഡി സതീശൻ. 2011 മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ തനിക്കതിലൊരു ബർത്ത് കിട്ടും എന്നായിരുന്നു സതീശൻ്റെ പ്രതീക്ഷ. എന്നാൽ സതീശനെ മന്ത്രിയാക്കിയില്ല. ഇതോടെ സതീശനിൽ വല്ലാത്ത പക വളർന്നു. 2011-16 കാലഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷ MLA-മാരെ പോലെ പലപ്പോഴും UDF മന്ത്രിസഭയെ വിമർശിച്ച ഒരു നേതാവാണ് വി ഡി സതീശൻ. ഉമ്മൻചാണ്ടിയെ പരസ്യമായി വിമർശിച്ചിട്ടുണ്ട്. UDF മന്ത്രിസഭയുടെ പോക്കിനെതിരെ നിശ്ചിതമായ വിവാദങ്ങൾ ഉയർത്തി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സതീശൻ ഒരു റിബലായി നിൽക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ ഒരു റിബൽ നേച്ചറുള്ള സതീശനെ എന്ന എ ഗ്രൂപ്പ് പൂർണ്ണമായും വെറുക്കുന്ന ഒരു ഘട്ടത്തിലെത്തി. മറുവശത്ത് ഐ ഗ്രൂപ്പ് നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവണം എത്രയും പെട്ടെന്ന്. അതിനുവേണ്ടി കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടിയെ തറപറ്റിച്ച് മുഖ്യമന്ത്രിയാകാൻ പലവിധ നീക്കങ്ങൾ നടത്തി. നമുക്കറിയാം, ഒട്ടനവധി ആരോപണങ്ങൾ ആ കാലഘട്ടത്തിൽ രമേശിനെതിരെ ഉയർന്നു വന്നു. അന്ന് രമേശിനെ മുഖ്യമന്ത്രി ആക്കാൻ കൂട്ടുനിന്നില്ല എന്നത് പേരിലാണ് പിന്നീട് KM മാണിക്കെതിരെ രമേശ് ചെന്നിത്തല ബാർക്കോഴ കേസ് പൊക്കിക്കൊണ്ടുവന്ന് കളിച്ചത് എന്നൊക്കെ നമ്മൾ പിന്നീട് കേരള കോൺഗ്രസിൻ്റെ ആരോപണത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. 11-16 UDF മന്ത്രിസഭ പൂർണ്ണമായും ഗ്രൂപ്പ് വഴക്കിൻ്റെ, പരസ്പര വിഴുപ്പലക്കലുകളുടെ, വെട്ടിക്കീറലുകളുടെ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഇതിൽ മാത്രമല്ല, ഘടകകക്ഷികളെ ഒതുക്കാനുള്ള ശ്രമം. അന്ന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ആർജിക്കാൻ കഴിയാതെ വന്ന രമേശ് ചെന്നിത്തല ഇടയ്ക്ക് മുസ്ലിം ലീഗിനെതിരെ തിരിയുന്നു. നായർ സമുദായം തനിക്ക് പിന്തുണ നൽകുന്നില്ല എന്ന് സുകുമാരൻ നായരുമായിട്ട് തെറ്റുന്നു. അങ്ങനെ ആകെ കൂടി വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ആ 2011-16 കാലഘട്ടത്തിൽ അന്ന് അടൂർ പ്രകാശ് റവന്യൂ മന്ത്രിയായിരുന്നു. അടൂർ പ്രകാശും വിവാദങ്ങളുടെ നടുച്ചുഴിയിലാണ്. നമുക്കറിയാം, സോളാർ വിവാദം ഉൾപ്പെടെ ഒരുപാട് നാറിയ കഥകളെന്ന് പുറത്തേക്ക് വന്നു. ആ ഭരണം അവസാനിക്കുമ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ നഖശിഖാന്തം വിമർശിച്ച് ഇതുപോലൊരു മുടിഞ്ഞ മന്ത്രിസഭ കേരളത്തിനുണ്ടായിട്ടില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞ ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ. അന്ന് സതീശൻ ഗ്രൂപ്പിൻ്റെ അമരത്തില്ലാത്തതുകൊണ്ട് സതീശൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും അന്ന് അധികം ആളുകൾ ചിന്തിച്ചില്ല. സതീശനിലേക്ക് ആളുകൾ എത്തിച്ചേരുമെന്നും കരുതിയില്ല. അങ്ങനെ 2016 തെരഞ്ഞെടുപ്പ് വരുന്നു. പിണറായി വിജയൻ്റെ ആദ്യ മന്ത്രിസഭ. പതിവ് പോലെ ഉമ്മൻചാണ്ടി ഒന്ന് പിന്നോക്കം മാറി. കാരണം തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പി. വീണ്ടും മുഖ്യമന്ത്രിയാകാമെന്നായിരുന്നു ഉമ്മൻചാണ്ടി കരുതിയിരുന്നത്. പക്ഷെ വലിയ തോൽവി. അങ്ങനെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുന്നു. അന്ന് MLA-മാരിൽ ഭൂരിപക്ഷ പിന്തുണ ഉമ്മൻചാണ്ടിക്കുണ്ട്. എങ്കിലും ഉമ്മൻചാണ്ടി തൽക്കാലം ഞാൻ പ്രതിപക്ഷ നേതാവാകുന്നില്ല എന്ന നിലപാടെടുത്തു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി. പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്ക് പിഴച്ചത് ആളുകൾ വിലയിരുത്തുന്ന പോലെ ഒരു പക്ഷേ കോവിഡ് കാലഘട്ടമായിരിക്കാം. പക്ഷേ കോവിഡ് മാത്രമല്ല, നമുക്കറിയാം 2019 നടന്ന ആദ്യ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, ഇതിലൊന്നും രമേശ് ചെന്നിത്തലയ്ക്ക് അത്ര വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഭരണത്തിലിരുന്ന പിണറായി വിജയൻ വലിയ വികസന പദ്ധതികളൊക്കെ കേരളത്തിൽ അവതരിപ്പിക്കുന്നുവെന്ന പൊതുപ്രതീതി ഉണർത്തി. പിണറായിക്കെതിരെ കൊണ്ടുവന്ന ആരോപണ ശരങ്ങൾ മിക്കവയും ചീറ്റിക്കെട്ടിപ്പോയി. ഒരുപാട് ആരോപണങ്ങൾ അന്ന് രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്നു. സ്പ്രിംഗ്ലർ, അന്നാണ് ഏറ്റവും വിവാദമുയർത്തിയ സ്വർണ്ണക്കള്ളക്കടത്ത്, അങ്ങനെ നിരവധി ആരോപണങ്ങളുടെ ഒരു കൊടുങ്കാറ്റായത്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച പിണറായി വിജയൻ വിജയിച്ചപ്പോൾ രമേശ് ചെന്നിത്തല ദുർബലനായി. ഇവിടെ ചില ചരിത്രപരമായ ചില വിധി കൂടി നേരിടേണ്ടി വന്നു രമേശ് ചെന്നിത്തലയ്ക്ക്. കാരണം 2011-16 കാലഘട്ടത്തിൽ അന്ന് ഉമ്മൻചാണ്ടിയെ തളർത്തിയത് രമേശ് ചെന്നിത്തലയാണ് എന്ന് പൊതുവെ എ ഗ്രൂപ്പുകാർ വിശ്വസിച്ചിരുന്നു. എ ഗ്രൂപ്പുകാരുടെ ഈ ഒരു വിശ്വാസം ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകാർക്കിടയിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വലിയ അതൃപ്തിക്ക് കാരണമായി. ഐ ഗ്രൂപ്പിനെ ഒരു കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പലപ്പോഴും നമ്മുടെ രമേശ് ചെന്നിത്തല പരാജയപ്പെട്ടു. ഇവിടെയാണ് ഒരു പുതിയ നേതാവിൻ്റെ ഉദയം നമ്മൾ കണ്ടത്. അത് KC വേണുഗോപാലിൻ്റെ ആ കാലഘട്ടത്തിൽ. KC പഴയകാല ചരിത്രം നോക്കുമ്പോൾ അന്ന് ഐ ഗ്രൂപ്പ് പ്രതിനിധിയായി കോൺഗ്രസിലേക്ക് വരുന്നു. അന്ന് കരുണാകരൻ്റെ ഒരു വത്സല ശിഷ്യനാണ്. മലബാറിൽ നിന്ന് കരുണാകരൻ കണ്ടെത്തിയ ഒരു യുവ നേതാവ്. KCയെ
യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റൊക്കെയായി നിയോഗിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ചെറുപ്രായത്തിൽ കേരളത്തിൻ്റെ മന്ത്രിയായ ആളാണ്. അഖിലേന്ത്യാ തലത്തിൽ വരെ രമേശ് ചെന്നിത്തല പെട്ടെന്ന് വളർന്നു കയറിയ ഒരു വല്ലാത്ത നേതൃപാടവമുള്ള നേതാവാണ്. എന്നാൽ കെ സി വളരെ ഒരു ശാന്തനായി വന്ന് കോൺഗ്രസ് പാർട്ടിയിൽ പടിപടിയായി കയറാൻ നോക്കി നിൽക്കുകയാണ്. കെ സിയെ ആദ്യഘട്ടത്തിൽ കരുണാകരന് വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു. പിന്നീട് തിരുത്തൽവാദ കാലഘട്ടം വന്നപ്പോൾ കെ സി മെല്ലെ കരുണാകരനിൽ നിന്നാകുന്നു. കെ സി കേരളത്തിൽ മന്ത്രിയുമായി. പക്ഷേ കെ സി ഒന്ന് ഒതുക്കുക എന്ന തന്ത്രം കൂടി മനസ്സിൽ വെച്ചാണ് അന്നത്തെ ഐ ഗ്രൂപ്പ് നേരെ ആലപ്പുഴയിൽ എം പി ആക്കി ഡൽഹിയിലേക്ക് പാക്ക് ചെയ്തത്. പക്ഷേ ഡൽഹിയിൽ ചെന്നൊരു അത്ഭുതം കണ്ടു കേരളത്തിലെ നേതാക്കൾ. അത് ഈ രാഹുൽ ഗാന്ധിയെ കെ സി വേണുഗോപാൽ കുപ്പിയിലാക്കി. എങ്ങനെ രാഹുൽ ഗാന്ധി കെ സിയുടെ കുപ്പിയിലായി എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ ഗവേഷണം ചെയ്യുകയാണ്. എന്തായാലും അന്നു മുതൽ രാഹുലിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി കെ സി വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി വരെ എത്തി. വലിയ തലയെടുപ്പുള്ള ഒട്ടനവധി നേതാക്കൾ പിന്നീട് ഒന്നൊന്നായി കൊഴിഞ്ഞു പോകുന്നു, നിലത്ത് വീഴുന്നു. ആർക്കും രാഹുലിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് പോലും കിട്ടുന്നില്ല. കെ സുധാകരൻ്റെ ഒക്കെ ആരോപണം അതായിരുന്നു, തനിക്കൊരു അപ്പോയിൻമെൻ്റ് എങ്കിലും രാഹുൽ ഗാന്ധി തരുന്നില്ല എന്നതായിരുന്നു. എന്തായാലും അങ്ങനെ ആ കാലഘട്ടത്തിലാണ് 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ കെ സി വേണുഗോപാലിൻ്റെ വളർച്ച നമ്മൾ കാണുന്നു. അതിനു മുൻപ് UPA മന്ത്രിസഭയുടെ കാലത്ത് കെ സി കേന്ദ്രമന്ത്രി വരെ ആയി. അതിനുശേഷം വീണ്ടും വളരുകയാണ്. കെ സി നമുക്കറിയാം ഒരു പതിറ്റാണ്ട് മുമ്പത്തെ ചരിത്രം നോക്കിയാൽ ഡൽഹിയിലേക്ക് എത്തിയ ആ കാലഘട്ടം മുതൽ കെ സിയുടെ വളർച്ചയാണ്. ഇത് രമേശിനെ അസ്വസ്ഥനാക്കി. തൻ്റെ കൈപ്പിടിയിൽ നിന്ന് ഐ ഗ്രൂപ്പ് ചോർന്നു പോകുന്നു എന്നൊരു ഭയം രമേശിൽ ശക്തമായി. തുടർന്നാണ് രമേശ് ചെന്നിത്തല വിശാല ഐ ഗ്രൂപ്പിന് ആഹ്വാനം ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ഈ ഗ്രൂപ്പ് ഛിന്ന ഭിന്നമായി. പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ശക്തിമാൻ കെ സി വേണുഗോപാലാണെന്ന് മനസ്സിലാക്കി കെ സിയുടെ ഗ്രൂപ്പിൽ ചേരുന്നു. അങ്ങനെ നിരവധി എ ഗ്രൂപ്പ് നേതാക്കൾ കെ സിയോട് ആകൃഷ്ടരാകുന്നു. നമുക്കറിയാം ഷാഫി പറമ്പിലൊക്കെ പിന്നീട് കെ സി ഗ്രൂപ്പിലേക്ക് വരുന്നു. അപ്പോൾ സതീശൻ 2021 പ്രതിപക്ഷ നേതാവാകുമ്പോൾ അന്ന് അതിന് ചരട് വലിച്ചത് കെ സി വേണുഗോപാൽ. അതെൻ്റെ ഒരു പ്രിയ ശിഷ്യനായി ഇവിടെ സതീശൻ നിൽക്കും. സതീശനിലൂടെ പിന്നീട് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് തനിക്ക് വരാം എന്നൊക്കെയുള്ള കണക്കുകൂട്ടൽ അന്ന് കെ സിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കെ സി ഇതിന് മുൻകൈയെടുത്ത് രാഹുൽ ഗാന്ധിയെ കൃത്യമായി സതീശൻ ഒരു കഴിവുറ്റ നേതാവാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരു വശത്ത് രമേശ് ചെന്നിത്തലയെ വകഞ്ഞു മാറ്റി, മറുവശത്ത് ഒരു പുതുമുഖ എന്നതുപോലെ സതീശനെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി ഇട്ട് കൊടുക്കുന്നു. കാലം പിന്നോട്ട് നമ്മൾ ചിന്തിക്കും, ഇതുവരെ ഈ MLA മാരുടെ തല എണ്ണിയാണ് പ്രതിപക്ഷ നേതാവിനെയും മുഖ്യമന്ത്രിയും ഒക്കെ തിരഞ്ഞെടുത്തതെങ്കിൽ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റായി. പക്ഷേ 21 സതീശൻ പ്രതിപക്ഷ നേതാവായതിന് തൊട്ട് പിന്നാലെ നമ്മൾ കാണുന്നത് നല്ല കർക്കശ സ്വഭാവത്തോടെ ഈ പ്രതിപക്ഷത്തെ കൊണ്ടുപോകും എന്ന് ഒരു നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ്. സതീശൻ അട്ടിമുടി ഇതിനെ ഒന്ന് പരിഷ്കരിക്കാനും പിണറായി വിജയൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് താൻ പിന്തുണ നൽകും, എന്നാൽ ജനവിരുദ്ധമായ എന്തെങ്കിലും നടപടികൾക്ക് ഈ ഭരണകൂടം ശ്രമിച്ചാൽ അതിനെ ശക്തമായി എതിർക്കുമെന്നായിരുന്നു സതീശൻ്റെ ആദ്യ പ്രസ്താവന. സതീശൻ അന്ന് കൂടുതൽ കരുത്ത് പകരാൻ കെ സുധാകരനെ KPCC അധ്യക്ഷനാക്കുന്നു. അപ്പോൾ സുധാകരനും സതീശനും തമ്മിലുള്ള ഒരു ടീം വർക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതി തള്ളുന്നത് കണ്ടാൽ നമ്മൾ അന്തം വിട്ടു പോകും. ഇനി ഇവർ പൊളിക്കും. ഒരു വശത്ത് സിംഹം, ഒരു വശത്ത് പുലിക്കുട്ടി. രണ്ടുപേരും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമായി. ഇനി പിണറായി വിജയൻ ഞൊട്ടും എന്ന് തുടങ്ങി തള്ളിൻ്റെ മാക്സിമം ആയിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ സുധാകരനും സതീശനും കൂടി കളത്തിലിറങ്ങുന്നു. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നം സംഭവിച്ചു. ഒന്ന്, സുധാകരൻ എന്ന് പറഞ്ഞ വലിയ തൻപിടുത്തക്കാരനാണ്. ഗർവ് സുധാകരനെ കവിഞ്ഞേ ഉള്ളൂ. സുധാകരൻ്റെ ഈഗോ, ഈ പാർട്ടിയെ ഇന്നലകളിൽ തൻ്റെ ചോര കൊടുത്ത് വളർത്തിയതാണ് എന്നതാണ് സുധാകരൻ്റെ ഒരു ഭാവം. മറുവശത്ത് സതീശൻ ഒരു പുതു കാലഘട്ടത്തിൻ്റെ വക്താവാണ്. നിങ്ങളൊക്കെ ആ പഴയ രീതി തുടരുകയാണ്. ഇപ്പോൾ വേണ്ടത് യുവജനങ്ങളെ കൂടെ നിർത്തുന്ന ജെൻസി പ്രവർത്തനങ്ങളാണ് എന്ന പോളിസി സതീശൻ സ്വീകരിച്ചു. അപ്പോൾ തുടക്കം മുതൽ പ്രതിപക്ഷ നേതാവിന് വീര്യം പോരാ എന്നതായിരുന്നു സുധാകരൻ്റെ ആരോപണം. ഈ സുധാകരനെയും സതീശനെയും തമ്മിൽ ഇട്ട് കളിപ്പിക്കുന്നതിൽ ചിലർ വിജയിച്ചു. അതിലൊന്ന്, ഇതിൽ നിന്നൊക്കെ മാറി നിന്നിരുന്ന രമേശ് ചെന്നിത്തല പെട്ടെന്ന് സുധാകരനുമായി ആദ്യഘട്ടത്തിലെടുത്തു. എന്നിട്ട് സതീശനെതിരെ അവിടെ ഒരു കോക്കസ് രൂപം കൊണ്ടു.
മറ്റ് ചില നേതാക്കളൊക്കെ ഇതിലിടപെട്ടു. അങ്ങനെ സതീശനും സുധാകരനും തമ്മിൽ വലിയ ട്രിപ്റ്റിലേക്ക് പോയി. 2022 കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു പത്രക്കാരുടെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാൻ ഇവർ രണ്ടുപേരും എത്തേണ്ട ഒരു യോഗം. അതിൽ സതീശൻ വൈകിയപ്പോൾ പച്ചത്തെറി വിളിച്ച് ഇയാൾ എവിടെ പോയി കിടക്കുക എന്നൊക്കെ ചോദിച്ചത് മാധ്യമങ്ങളുടെ മൈക്കിൽ കിട്ടുന്നു. പിന്നീട് സംഘടനാ തെരഞ്ഞെടുപ്പ് വരുന്നു. തെരഞ്ഞെടുപ്പിൽ ആളുകളുടെ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ പൊരിഞ്ഞ പോര്. ഒടുവിൽ സതീശൻ കർക്കശമായൊരു നിലപാടെടുത്തു. ഈ സുധാകരനെ പറ്റത്തില്ല, KPCC അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ ഇരുന്നാൽ ഞാൻ മാറും. ഹൈക്കമാൻഡ് വീണ്ടും വെട്ടിലായി. കാരണം സതീശനിൽ വലിയ പ്രതീക്ഷ. സതീശൻ അപ്പോഴും KCയോട് ചെറിയൊരു ആഭിമുഖ്യമുണ്ട്. പക്ഷേ 2021 മുതലുള്ള ചരിത്രം നോക്കുമ്പോൾ ഇപ്പോൾ KCയിൽ നിന്ന് ഒത്തിരി ദൂരെയാണ് സതീശനും KC വേണുഗോപാലും വിരുദ്ധ ചേരിയിലാണ്. സതീശൻ തൻ്റെ കൈവിട്ടു പോകുന്നുവെന്ന് മനസ്സിലാക്കിയ KC, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം തുടങ്ങി നിരവധി യുവനേതാക്കളെ ഒപ്പം നിർത്തിയിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി ആളുകളെ KCയുടെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റായിട്ട് വരുന്നുണ്ട്. പണ്ട് ഇരിക്കൂറിൽ സ്ഥാനാർത്ഥിയെ നിയോഗിച്ചതുപോലെ പല സ്ഥലങ്ങളിലും. അപ്പോൾ KCയുടെ ഈ ഒറ്റയാൻ പോക്ക്, KCയുടെ കണക്കുകൂട്ടൽ, ഇതൊക്കെ ബുദ്ധിമാനായ സതീശന് മനസ്സിലായി. താൻ വെള്ളം കോരിയും വിറക് വെട്ടിയും ഒക്കെ ഈ പ്രതിപക്ഷത്തെ കൊണ്ടു നടന്ന് 2026 മുഖ്യമന്ത്രി കസേര അടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ് എന്ന് സതീശന് മനസ്സിലായി. മറുവശത്ത് പമ്മിയിരുന്ന് കസേര വരുമ്പോൾ ചാടിയിരിക്കാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തലയും തന്ത്രങ്ങൾ മെനഞ്ഞു. കാരണം ഈ രമേശ് ചെന്നിത്തല ഇത്ര വർഷക്കാലമായി ഈ പാർട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല ബന്ധം, വാർഡ് തലത്തിൽ പാർട്ടിയിൽ ഇപ്പോൾ വിജയിച്ചു വരുന്ന ഭൂരിപക്ഷം MLA-മാർ കൈപൊക്കാൻ പറഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി കൈപൊക്കും. കാരണം അവർക്കൊക്കെ ഭയമാണ് ഈ സതീശനെ. തങ്ങൾ പറഞ്ഞാൽ സതീശൻ കേൾക്കുമോ, സതീശനോടൊരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കുമോ, രമേശ് ചെന്നിത്തല എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിച്ച് കൊണ്ടുപോകാം എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. മറുവശത്ത് സതീശൻ എന്ന നേതാവിൽ നമ്മൾ കാണുന്നത് കാർക്കശ സ്വഭാവമാണ്. അത് സുധാകരനുമായിട്ട് കൊമ്പ് കോർത്തപ്പോൾ കാർക്കശ സ്വഭാവം പുറത്തെടുത്തു. പിന്നീട് നമുക്കറിയാം PV അൻവർ CPM-ൽ നിന്ന് ചാടി കോൺഗ്രസിലേക്ക് വരുന്ന ഘട്ടത്തിലെത്തുമ്പോൾ ഇയാളെ നമുക്ക് ആവശ്യമില്ല, കർക്കശ നിലപാടിന് മുന്നിൽ കോൺഗ്രസ് പരിങ്ങി. ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് മുന്നിൽ നിൽക്കക്കള്ളിയില്ലാതെയാണ് അൻവറിനൊരു സീറ്റ് കൊടുക്കാം എന്ന് സതീശൻ തീരുമാനിക്കുന്നത്. അടുത്തൊരു മന്ത്രിസഭ ഉണ്ടാക്കിയാൽ അൻവർ വിജയിച്ചു വന്നാലും സതീശൻ മന്ത്രിയൊന്നും ആക്കാനുള്ള സാധ്യതയില്ല. സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ. പിന്നീട് നിരവധി സംഭവങ്ങളിൽ ഈ കാർക്കശ സ്വഭാവം നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നടപടി, അതിലും VD സതീശൻ കർക്കശ നിലപാടെടുത്തു. ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് രമേശ് ചെന്നിത്തല കുറച്ച് ജനകീയനാകാൻ ശ്രമിച്ചുവെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം VD സതീശനൊപ്പം കണ്ടെത്തുകയാണ്. എല്ലാറ്റിനും ഒടുവിലാണ് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു കർക്കശ നിലപാട് സതീശൻ തുടരുന്നത്. അപ്പോൾ ഇതിൽ കുറേയേറെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ഹാപ്പിയാണ്. കാരണം സതീശൻ നിലപാടുള്ളൊരു നേതാവാണ്. പറഞ്ഞിടത്ത് നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഈ സുധാകരൻ കൂടി വീണതോടെ സതീശന് കരുത്തുകൂടി. ഇന്നലെ സുധാകരൻ വീണില്ല, സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചിരുന്നു എങ്കിൽ, കോൺഗ്രസ് ഹൈക്കമാൻഡ് മുട്ടുമടക്കിയിരുന്നു എങ്കിൽ അവിടെ ഹീറോ ആകേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ഇന്നലെ രമേശ് ചെന്നിത്തല ഹീറോ പരിവേഷത്തിൻ്റെ തൊട്ടടുത്തെത്തി നിൽക്കുമ്പോഴാണ് ഹൈക്കമാൻഡ് കർക്കശ നിലപാടെടുത്തത്, ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ. അതിന് പിന്നിൽ സതീശൻ്റെ ഒരു കർക്കശ നിലപാടുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഈ VD സതീശൻ കൂടുതൽ കരുത്തുറ്റ ഒരു നേതാവായി മാറി എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഇപ്പോൾ നിലവിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ ജോസഫ് വാഴയ്ക്കൻ്റെ കാര്യമായിരുന്നാലും ദീപ്തി മേരി വർഗീസിൻ്റെ കാര്യമായിരുന്നാലും ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി. അപ്പോൾ അദ്ദേഹം പറയുന്നതിലൊരു ന്യായമായ കാര്യമുണ്ട്. പഴയ MLA-മാർ തുടരണമെന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? എല്ലാം ചെയ്ത് റെഡിയാക്കി ശശിക്ക് അവിടെ സീറ്റ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് ആൾക്കാർക്കിടയിൽ പോലും, ജനങ്ങൾക്കിടയിൽ പോലും ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലും ചില തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത്? എൽദോസിനെ വിട്ടത് എൽദോസിൻ്റെ ഈ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ല, അവിടെ ചില ഗ്രൂപ്പ് സമവാക്യങ്ങൾ കീപ്പ് ചെയ്യാനാണ് എൽദോസിനെ വിട്ടത്. അതിൽ സതീശനും KCക്കും ഒക്കെ പങ്കുണ്ട്. എൽദോസ് ഒരു ബലിയാട് കൂടിയാണ്. എൽദോസിൻ്റെ കയ്യിലിരിപ്പ് മോശമാണെങ്കിലും ഇപ്പോൾ ഒരു ബലിയാട് കൂടിയാണ്. പക്ഷേ എൽദോസിന് പോലും പ്രതികരിക്കാൻ കഴിയുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ മുഴുവൻ വിമത ശബ്ദങ്ങളും ഇന്നലെ ഒരൊറ്റ രാത്രി അസ്തമിച്ചതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, സിംഹത്തെ കൂട്ടിക്കയറ്റി. ഇനിയാണോ കീടങ്ങൾ? സിംഹത്തെ തളയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞല്ലോ. അവിടെയാണ് സതീശൻ വിജയിച്ചത്.
ഇനി ഒരു ജനാധിപത്യ പ്രക്രിയ മുഖ്യമന്ത്രി കസേരയുടെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചാൽ നമുക്കറിയില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷെ മറുവശത്ത് ഹൈക്കമാൻഡാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ രമേശ് ചെന്നിത്തല അവിടെ തഴയപ്പെടാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും പൊട്ടിത്തെറികൾക്കുള്ള ഒരുപാട് സ്കോപ്പ് അവിടെ കിടക്കുന്നു. നമുക്കറിയില്ല ഇപ്പോൾ കേരളത്തിൽ ആര് ഭരിക്കുമെന്ന്. വലിയൊരു തരംഗം ഉണ്ടായിരുന്നു UDF-ന്. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസമായി ജനങ്ങൾ ആ തരംഗമൊക്കെ മറന്നിരിക്കുന്നു. ചിലപ്പോൾ LDF ജയിക്കാം, ചിലപ്പോൾ UDF ജയിക്കാം. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ എപ്പോഴും ഇനി പിണറായി വിജയൻ ഓർമ്മയാകുമെന്നൊക്കെ പറയുന്ന ജയശങ്കർ പോലും കോൺഗ്രസ് വന്നാൽ എന്നുള്ളൊരു പ്രയോഗത്തിലേക്ക് മാറി. അത്ര എളുപ്പമല്ല എന്നുള്ളൊരു പൊതു സംഭാഷണം അത്തരമൊരു ഘട്ടത്തിലെത്തിക്കാൻ LDF-ന് കഴിഞ്ഞു. അത് അവരുടെ ഒരു വിജയം തന്നെയാണ്. ഇപ്പോൾ ഈ സതീശൻ്റെ ഭാഷ, നമ്മൾ ഏതോ ഒരു സിനിമയിലെ ഡയലോഗ് എടുത്താൽ സതീശനെ സംബന്ധിച്ച് ഇതെൻ്റെ കഥയാണ്, ഈ എൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, എൻ്റെ മാത്രം കഥ അല്ലേ, ഹീറോയാണ്. ഹീറോയാണ്. ആ തലത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇപ്പോൾ പൊതുവിൽ പറയാറുണ്ട് CPM-നെ സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോ ഏറെ ദുർബലമാണ്, സംസ്ഥാന സെക്രട്ടറി ഏറെ വിധേയപ്പെട്ട് നിൽക്കുന്നു, പാർട്ടിക്ക് അതീതനായി പിണറായി വിജയൻ നിൽക്കുകയാണ്, പിണറായി വിജയൻ തന്നെയാണ് ഒരു ഏകാധിപതിയെ പോലെ CPM-നെ നയിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവിടെ പാർട്ടി സംവിധാനങ്ങൾ ദുർബലപ്പെട്ട് ഒരു നേതാവിലേക്ക് ചുരുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് കോൺഗ്രസ് ആകട്ടെ തിരിച്ച് നേതാക്കളിൽ നിന്നും ഹൈക്കമാൻഡ് കരുത്താർജിക്കുന്ന രീതിയിലേക്ക്, അതല്ലെങ്കിൽ AICC-ക്ക് കൂടുതൽ കരുത്ത് വരുന്ന രീതിയിലേക്കൊക്കെ മാറുന്ന ഒരു പരിവർത്തനം തന്നെയാണോ ഇവിടെ കോൺഗ്രസിൽ സംഭവിച്ചത്? കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും കരുത്തൽ എന്ന് പറയുന്നത് തീ കോരാൻ ധൈര്യമുള്ള ഒരാൾ വേണം അവർക്ക് മുന്നിൽ. ഇപ്പോൾ ഒരു നിലപാടെടുത്താൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളെ ഹൈക്കമാൻഡിന് കേരളത്തിലുണ്ടെങ്കിൽ മാത്രമേ അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയൂ. ആ സ്പേസാണ് സമർത്ഥമായി സതീശൻ ഉപയോഗിച്ചിരിക്കുന്നത്. സതീശന് കയ്യിൽ തീ കോരിയെടുത്ത് അത് തലയ്ക്ക് മുകളിലിടാനൊന്നും ഒരു മടിയില്ല, ഭയമില്ല. അതുകൊണ്ട് സതീശൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. അടുത്ത തവണ UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഹൈക്കമാൻഡിന് വേണേൽ പറഞ്ഞ് തിരുത്താം. പക്ഷെ എന്തായാലും സതീശൻ തൻ്റെ നിലപാടിൽ നിൽക്കുന്നു. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടം കേസിൽ ആ നിലപാട് തുടർന്നു. പക്ഷേ പാലക്കാട് സീറ്റ് വിജയിക്കോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. ഷാരടിയൊക്കെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. മറുവശത്ത് നിശ്ചയദാർഢ്യത്തോടെ ഇപ്പോൾ VD സതീശൻ നീങ്ങുന്നു എന്ന് നമുക്ക് നിരീക്ഷിക്കുമ്പോൾ അതിനെ തള്ളി പറയാൻ കഴിയില്ല. ഇപ്പോൾ എന്തായിരുന്നാലും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചലനം ഇനി വരും ദിവസങ്ങളിൽ UDF മൂലം സൃഷ്ടിക്കപ്പെടുമെന്നൊരു പ്രതീതി ഉണ്ടായിരിക്കുന്നു. അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെ കണ്ടറിയാം. UDF-ന് വലിയ ചാൻസ് ഇപ്പോഴും ഉണ്ട്. കാരണം അതാണ് ഇപ്പോഴത്തെ ഈ ആൾക്കൂട്ട ബഹളം സംഘടനാ ശൈലിയിലേക്ക് മാറുന്ന ഒരു അത്ഭുത കാഴ്ച ഇന്ന് നമ്മൾ കാണാനുള്ള അതാണ് അതിൻ്റെ ഒരു സ്കോപ്പ്. ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൊന്നും വിമത വാർത്തകളില്ല, വിമത സ്വരങ്ങളില്ല. 2 കൂട്ടരും കട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുന്നു. അത് സതീശൻ്റെ വാക്കുകളിലുണ്ട്, ഒരു സമാധാനത്തിൻ്റെ ഒരു മുഖഭാവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇപ്പോൾ സുധാകരൻ്റെ കഥയല്ല, ഇതിപ്പോൾ രമേശിൻ്റെ കഥയല്ല, സതീശൻ്റെ കഥയാണ്, സതീശൻ്റെ മാത്രം കഥയാണ്. ഇപ്പോൾ എന്തായാലും കലാപക്കൊടി ഉയർത്തിയവരൊക്കെ തന്നെ അത് താഴ്ത്തി ഇനി സമാധാനപരമായി ഇലക്ഷൻ പ്രക്രിയയിലേക്ക് അതല്ലെങ്കിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികളുമായി മുന്നോട്ട് പോകാൻ UDF-ന് ഇത് ഒരു കരുത്തായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതെ, സതീശൻ അതുകൊണ്ട് നാളുകളിൽ പറയായിരിക്കും ഇത് എൻ്റെ കഥയാണ്. അതെ, നന്ദി, നമസ്കാരം.